കോട്ടയം വൈക്കത്ത് ട്രെയിനിൽ നിന്ന് വീണ കൊച്ചിൻ റിഫൈനറി ജീവനക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. മാവേലിക്കര ചെറുകോൽ സ്വദേശി കെ സുമേഷ് കുമാറാണ് മരിച്ചത്. ട്രെയിനിൽ നിന്നും ഒരാൾ താഴെ വീണതായി യാത്രക്കാരിൽ ഒരാൾ കോട്ടയം റെയിൽവേ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കോട്ടയത്ത് നിന്ന് ഗോകുലാണ് വിവരങ്ങളുമായിട്ടുള്ളത്. ഗോകുൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലാൽകൃഷ്ണ, ഇന്ന് വൈകുന്നേരം 6:45 കൂടിയിട്ടായിരുന്നു സംഭവം. വൈക്കം റോഡ് സ്റ്റേഷന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിൽ ട്രെയിനിൽ നിന്നും ഒരു യുവാവ് പുറത്തേക്ക് വീണ് അപകടം സംഭവിച്ചത്. കൊച്ചിൻ റിഫൈനറിയിലെ ജോലിക്കാരനായിട്ടുള്ള മാവേലിക്കര ചെറുകോൽ സ്വദേശി കെ സുമേഷ് കുമാർ, 30 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനാണ് ഇത്തരത്തിൽ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീഴുകയുണ്ടായത്. നിലവിൽ ഈ വൈക്കം റോഡ് സ്റ്റേഷന് തൊട്ട് മുമ്പുള്ള റെയിൽവേ ട്രാക്കിൽ ഇത്തരത്തിൽ യുവാവ് വീണ് കിടക്കുന്നത് അതുവഴി പോയൊരു കാൽനട യാത്രക്കാരനാണ് ആദ്യം കണ്ടത്. തുടർന്ന് ഇയാൾ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന സ്ഥലത്തെത്തി ഉടനെ തന്നെ സുമേഷിനെ സമീപത്തുള്ള മുട്ടിച്ചിറയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഒപ്പം ഈ വാതിലിന്റെ ഭാഗത്തു നിന്നും ഒരാൾ താഴേക്ക് വീഴുന്ന വിവരം ഈ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ റെയിൽവേ പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും കൂടി വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ പോലീസ് ഉൾപ്പെടെ ആ ട്രാക്കിൽ എത്തിക്കൊണ്ട് ഈ സുമേഷിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായി മാറുകയുണ്ടായിട്ടുണ്ട്. നിലവിൽ സുമേഷിന്റെ മൃതദേഹം മുട്ടിച്ചിറയിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം കൊച്ചിൻ റിഫൈനറിയിലെ ജോലിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി വരവെയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്. വാതിലിന്റെ വശത്ത് നിന്നുകൊണ്ട്, വലതുഭാഗത്തെ വാതിലിന്റെ വശത്ത് നിന്നുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു എന്നാണ് ഈ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാർ, ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. പെട്ടെന്ന് അദ്ദേഹം പുറത്തേക്ക് വീഴുന്നതാണ് ദൃശ്യമായതെന്നുമാണ് പറയുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ വെച്ചിരിക്കുകയാണ്. നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലാൽകൃഷ്ണ. ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.